എൻ്റെ വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിപ്പ എന്നുള്ളത് വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ നടത്തിയിട്ടുള്ള ഈ പ്രകൃതിയുടെ മുകളിൽ നടത്തിയിട്ടുള്ള നശീകരണത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ക്വാറികൾ, താമസിക്കാൻ വേണ്ടി നമ്മൾ നശിപ്പിച്ചിട്ടുള്ള മരങ്ങൾ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോടുള്ള, കണ്ണൂരുള്ള. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു വലിയ പഠനം തന്നെ, കാവുകളുടെ തിരോഭാവത്തെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം മരങ്ങളെല്ലാം അതിൻ്റെ മതപരമായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനൊക്കെ നമ്മുടെ പാരിസ്ഥിതികമായ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. ഇത്തരം ആവാസ സ്ഥാനങ്ങൾ നമ്മൾ നശിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ജീവജാലങ്ങളുണ്ട്. അവരെവിടെ പോകും? ആ ജീവജാലങ്ങളുടെ ഉള്ളിൽ കഴിയുന്ന സൂക്ഷ്മജീവികളുണ്ട്, അതെവിടെ പോകും? അതെല്ലാം പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ ഇതെവിടെ പോകും? ഇത് മനുഷ്യരിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം രോഗമായിട്ട് നമ്മളിലേക്ക് വരും. നമ്മളത് കണ്ടതാണല്ലോ. ഉദാഹരണമായിട്ട് എൻഡോസൾഫാനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. എൻഡോസൾഫാൻ നമ്മൾ മരങ്ങളുടെ മേളിൽ തളിക്കുന്നു. അതിനൊരു കണക്കുണ്ട്. ഇത് കാസർഗോഡ് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന ചെറിയ സ്ഥലത്ത് പോലും നമ്മൾ ഒരു ചെടിക്കൊരു വേണ്ട, കീടനാശിനികൾ വേണ്ടെന്ന് പറയുന്നില്ല. കീടനാശിനികൾ വേണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ അതിനൊരു കണക്കുണ്ട്. അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊരു കണക്കുണ്ട്. ഉദാഹരണമായിട്ട് ഞാനൊരു ഡോക്ടറായിരിക്കെ ഞാനൊരു രോഗിക്ക് മരുന്ന് എഴുതുമ്പോൾ പാരസെറ്റമോൾ 5 ഗ്രാം പാരസെറ്റമോൾ കൊടുത്താൽ ഞാൻ കുറ്റവാളിയാണ്. അതിനൊരു കണക്കുണ്ട്. 650 മില്ലിഗ്രാം പാരസെറ്റമോൾ, 500 മില്ലിഗ്രാം പാരസെറ്റമോൾ. അപ്പോൾ ഒരു പനിയുണ്ടെന്ന്, നല്ല കടുത്ത പനിയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനൊരു 100 ഗ്രാം 10 ഗ്രാം പാരസെറ്റമോൾ എന്നാൽ പെട്ടെന്ന് കുറയാം തന്നാൽ ആ രോഗി അങ്ങ് മരിച്ചു പോകും. ഇതുപോലെ പ്രവൃത്തിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയോട് ചെയ്യുന്നത്, അല്ലേ? കീടനാശിനിക്ക് വേണ്ടി ഒരു കണക്കില്ല. ആ കണക്ക് നമ്മൾ പഠിപ്പിച്ചാലും ആൾക്കാർ ഓർക്കുന്നില്ല. ഇതിൻ്റെ മുകളിലോട്ട് തളിച്ചു കഴിഞ്ഞാൽ അത് ക്രമാതീതമാണെങ്കിൽ, അതിൻ്റെ കണക്കിന് ഒരു കൃത്യമായ കണക്കുണ്ട്. ആ കണക്കിന് പുറത്തേക്കാണെങ്കിൽ ഇതെല്ലാം ആത്യന്തികമായിട്ട് നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ ആരുടെ മുകളിലും ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ മരങ്ങളെ വെട്ടി നശിപ്പിക്കുമ്പോൾ, നമ്മൾ ഫോറസ്റ്റിനെ ഇല്ലാതാക്കുമ്പോൾ, ഇതൊക്കെ ഇപ്പോൾ ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർക്ക് തമാശയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ എന്തോ നിങ്ങൾ പ്രകൃതി സ്നേഹി? അതല്ല, പ്രകൃതി സ്നേഹമല്ല. ഇതിനെയാണ് നമ്മൾ വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യം മറ്റൊരുപാട് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് മൃഗങ്ങളുടെ സുസ്ഥിതിയുമായും പക്ഷികളുടെ സുസ്ഥിതിയുമായും ഇഴജന്തുക്കളുടെ സുസ്ഥിതിയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഒരൊറ്റ ആരോഗ്യമാണ്. മനുഷ്യൻ്റെ മാത്രമായിട്ടൊരു ആരോഗ്യമില്ല. അത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇഴജന്തുക്കളുടെയും ഒക്കെ ആരോഗ്യവുമായിട്ടും അവരുടെ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. നിപ്പ അത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. നമ്മൾ ഇനിയും അമാന്തിച്ചാൽ, കേരളം ഒരു വളരെ ടെമ്പറേറ്റ് ക്ലൈമറ്റുള്ള, വളരെ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളും ഒരുപാട് നദികളും ഒക്കെ ഉണ്ടാകും. അവിടെ ജീവിക്കുന്ന ഒരുപാട് കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. അവർക്കൊക്കെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ അംഗീകരിക്കണം. ആ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജീവനോട്ടിരിക്കാൻ പറ്റൂ. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇത് അംഗീകരിക്കാതിരിക്കുക. എബോളയെ പോലെ അതിരൂക്ഷമായ ഒരു രോഗാണുവിനെ, അല്ലേ? എബോളയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ 10, 80, 90% മരണനിരക്ക്. നിപ്പായും വന്നു കഴിഞ്ഞാൽ അത് 90%. ആദ്യത്തെ നിപ്പ സമയത്ത് രോഗമുണ്ടായവരിൽ 98% ആൾക്കാരും 95% ആൾക്കാരും മരിച്ചു പോവുകയാണ് ചെയ്തത്. അത്ര അതിരൂക്ഷമായൊരു രോഗാണുവിനെ വളരാനും നമ്മളിലേക്ക് വലിയ തോതിൽ കടന്നു വരാനുള്ള ഒരു അവസരമാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനകത്ത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സൂചനയാണ്, നമ്മുടെ ജീവിതത്തിന് മേലുള്ള വലിയ സൂചനയാണ്. അത് കണ്ട് സർക്കാർ മാത്രം പോരാ, ആരോഗ്യവകുപ്പ് മാത്രം പോരാ, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ പറ്റൂ. കേരളത്തിലിപ്പോൾ 30ഓളം മെഡിക്കൽ കോളേജുണ്ട്. അവിടെയെല്ലാം ഈ പറയുന്ന സോഷ്യൽ കമ്മ്യൂണിറ്റി മെഡിസിൻ, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയുള്ള ഡോക്ടർമാർ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പബ്ലിക് ഹെൽത്ത് പേഴ്സൺസ്, കേരളത്തിൽ അല്ലാതുള്ള പബ്ലിക് ഹെൽത്ത് ആൾക്കാർ ഒക്കെയുണ്ട്. എത്രയോ സയൻസ് ആൻഡ് ആർട്സ് കോളേജുണ്ട്. അവിടെ സുവോളജി പഠിക്കുന്ന, ബയോളജി പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. PhD ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, അല്ലേ? PG ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സമ്പന്നമായിട്ടുള്ള പഠനം നടത്തുന്നൊരു സ്ഥലത്ത് നമ്മൾ ഇത്രയും കാലമായിട്ടും ഇതിനകത്ത് നമുക്കൊരു വഴി തുറക്കാൻ പറ്റിയില്ലെന്നുള്ളത് നമ്മുടെ അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിൻ്റെ ഒരു പരിമിതിയാണ്.